ഹായ്, ഞാൻ സുജിത രതീഷ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് കട്ട്ലറ്റാണ്. ഈ ബീഫ് കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാതെ ഒരു പ്രഷർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഒരു വഴനയില, ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു 2-3 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളകാണ്. ഒരു 1-1.5 ടീസ്പൂൺ കുരുമുളക് എടുക്കാം. അത് മുഴുവനായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, പൊടിയല്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് നല്ല എരിവുള്ള കട്ട്ലറ്റാണ് വേണ്ടതെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊതുവെ കട്ട്ലറ്റിൽ മുളക് പൊടി ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, പിന്നീട് പാകം നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീഫ് നമ്മൾ നന്നായിട്ടൊന്ന് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ബീഫിൻ്റെ മൂപ്പിനനുസരിച്ച് ചിലപ്പോൾ 3-4 വിസിൽ ആവശ്യമായിട്ട് വരും. ഇളയ മാട്ടിറച്ചിയാണെങ്കിൽ 3-4 വിസിലിന് കുക്കാവും കേട്ടോ. നല്ല മൂപ്പുള്ള ബീഫാണെങ്കിൽ 5-6 വിസിൽ ആവശ്യമായിട്ട് വരും. 6-7 ഒക്കെ വരും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റ് ചേരുവകൾ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 250 ഗ്രാം ഉരുളക്കിഴങ്ങാണ്. ഇത് തൊലി കളഞ്ഞ് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് മാത്രമേ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 വലിയുള്ളിയാണ്. അത് ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുക്കണം. പിന്നീട് ആവശ്യമായിട്ടുള്ളത് ഒരു 5 പച്ചമുളകാണ്. പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി എന്നിവ എടുക്കണം. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പൊടിയാക്കണ്ട, അരച്ചെടുക്കണ്ട, ക്രഷ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്രഷറെല്ലാം കളഞ്ഞ് ഇതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. പ്രഷർ നാച്ചുറലി പൊയ്ക്കോട്ടെ, അതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷേ ബീഫിൽ കുറച്ച് വെള്ളം എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. കട്ട്ലറ്റിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങും കുക്കായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുമ്പം ഈ വെള്ളം മുഴുവൻ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൽ വെള്ളം എല്ലാം വാർത്ത് കളഞ്ഞു. ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. നല്ല ഒട്ടും കട്ടയില്ലാതെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കണം ഉരുളക്കിഴങ്ങ്. അപ്പോഴാണ് നമ്മുടെ കട്ട്ലറ്റ് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. നിങ്ങൾക്കൊരു മാഷർ വെച്ചോ അല്ലെങ്കിൽ ഒരു തവി വെച്ചോ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് ചൂടോടുകൂടി തന്നെ മാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വെണ്ണ പോലെ കിട്ടും. ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ ബീഫിലെ വെള്ളം എല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ക്രഷ് ചെയ്യാൻ. മീൻ ടൈം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി, ജിഞ്ചർ ആൻഡ് ഗാർലിക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. കാരണം ഇത് നന്നായിട്ട് അടിയിൽ പിടിക്കും. അപ്പം ചെറിയ തീയിലാണ് എപ്പോഴും വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. ചെറിയ തീയില ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ആ ഒരു പച്ച മണം ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. തീ ഒരിക്കലും കൂട്ടിയിടരുത് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയാണിത്. ഇനി ഈ വലിയ ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ വളരെ കുറച്ച് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതും ചെയ്യാൻ. ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബീഫ് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബീഫിൽ നമ്മൾ കുക്ക് ചെയ്തിരുന്ന വഴനയിലെയും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുരുമുളക് അവിടെ ഇരുന്നോട്ടെ. പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. അരച്ചെടുക്കണ്ട കേട്ടോ. ഉള്ളി നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിയുടെ ഡൊമിനേറ്റിംഗ് ഫ്ലേവർ ഇഷ്ടമില്ല എങ്കിൽ 1/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാല ഉപയോഗിക്കാം. പക്ഷേ അപ്പോൾ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ പൊടികളൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലൊന്ന് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കാരണം മസാലയുടെ ഫ്ലേവറൊക്കെ ബീഫിലേക്കൊന്ന് അബ്സോർബ് ആവട്ടെ. അത്യാവശ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊട്ടറ്റോയും ബീഫും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ കട്ട്ലറ്റിൽ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർക്കാൻ കേട്ടോ. ഇവിടെ മോന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിതൊന്നും ചേർക്കാതിരിക്കുന്നത്. കറിവേപ്പിലയാണെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർക്കണം. മല്ലിയിലയാണെങ്കിൽ ഈ ഫൈനൽ നമ്മൾ വഴറ്റുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് പാറ്റി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് മൈദപ്പൊടി, അതുപോലെ തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയുടെ വെള്ള മാത്രമായിട്ടും എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് പാറ്റീസ് തയ്യാറാക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ മസാല ഇതുപോലെ നിങ്ങളുടെ കയ്യിലെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നിങ്ങളുടെ ഉള്ളം കയ്യിലില്ലേ, നമ്മുടെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വശങ്ങളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈ ഒന്ന് നനച്ചെടുത്തോളൂ ഈ പാറ്റി തയ്യാറാക്കുമ്പോൾ, അപ്പോൾ സ്റ്റിക്ക് ചെയ്യില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഓവൽ ഷേപ്പിൽ പാറ്റി തയ്യാറാക്കിയെടുക്കാം. ബീഫ് കട്ട്ലറ്റ് ആയതുകൊണ്ടാണ് ഓവൽ ഷേപ്പിൽ. ബീഫ് കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ആ ഒരു ഷേപ്പാണ് വരിക. ചിക്കൻ ആണെങ്കിൽ റൗണ്ടിൽ തന്നെയാണ് ചെയ്യാറ്. ഇതും റൗണ്ടിൽ ചെയ്യാം, വെരി ഈസിയാണ് കേട്ടോ. എങ്ങനെയായാലും കട്ട്ലറ്റ് തന്നെ. ഇനി ഇത് നമുക്കൊന്ന് നമ്മുടെ മൈദപ്പൊടിയിൽ ഡസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. എക്സ്ട്രാ പൗഡർ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. വല്ല കട്ടിയിൽ അമർത്തിയിട്ടൊന്നും ചെയ്യേണ്ട, ജെൻലി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് നിങ്ങൾ ഒരു കൈ കൊണ്ട് എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു പ്ലേറ്റിൽ, പരന്ന പ്ലേറ്റിലാണ് ബ്രെഡ് ക്രംസ് വെച്ചിട്ടുള്ളത്. ഇത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ മറ്റേ കൈ ഉപയോഗിച്ചിട്ട് അത് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ ലെംസ് ഫോം ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുഴുവൻ ഈ ബ്രെഡ് ഒട്ടിപ്പിടിച്ച് അത് നമ്മുടെ എഗ് വൈറ്റിലേക്ക് അല്ലെങ്കിൽ മുട്ടയിലേക്കായി ആകെ ഇത് കുളമാവും. അപ്പോൾ ഒരു കൈ കൊണ്ട് ഡിപ്പ് ചെയ്തെടുക്കുക, മറ്റേ കൈ കൊണ്ട് നമ്മൾ കോട്ട് ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതുപോലെ പാറ്റീസ് തയ്യാറാക്കിയിട്ട് വെക്കാം. ഈ പാറ്റീസ് തയ്യാറാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ 1 മാസം വരെ സൂക്ഷിക്കാൻ കേട്ടോ. എപ്പോഴാണോ ആവശ്യമെങ്കിൽ ആ സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. വളരെ ഈസിയാണ്. ചെറിയ ചെറിയ കവറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പാറ്റീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മുടെ പാറ്റീസ് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കുക. പാറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിത് കോരി വാങ്ങി ഒരു കിച്ചൺ ടവൽ വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. ആ ടവൽ ഓയിലൊക്കെ അബ്സോർബ് ചെയ്തോളും. അതിനുശേഷം ചൂടോട് കൂടി സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഒരു അപ്പറ്റൈസറായിട്ടോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. കട്ട്ലറ്റ് പ്ലസ് കെച്ചപ്പ് ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഏത് പാർട്ടിയിലും നിങ്ങൾക്കിത് കുക്ക് ചെയ്യുകയും സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പം വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ ബൈ.